ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും മനസ് കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഒരു സാറ്റർഡേ രാവിലെയാണ്. ഇപ്പോൾ ഞാൻ അച്ഛൻ്റെ അമ്മയുടെ അടുത്താണ് കേട്ടോ. മോൻ എക്സാം നടക്കുന്നതുകൊണ്ട് അവനിന്ന് സ്കൂളുണ്ട്. അപ്പോൾ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഈ വീഡിയോസിൽ എപ്പോഴും പല ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോസൊക്കെ കാണിക്കുമ്പം കട്ടൻ ചായ ഇടുന്നത് കാണിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കും എങ്ങനെയാണ് ഇടുന്നതെന്ന്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഞങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ അതേ വെള്ളം, ഇപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിരിക്കുന്നു. അത് തിളച്ച് വന്നപ്പം ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടു. അത് നന്നായിട്ട് അലിഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ടാണ് പൊടി ഇടുന്നത് കേട്ടോ. കട്ടൻ ചായയിൽ വളരെ കുറച്ച് മാത്രമേ തേയിലപ്പൊടി ഇടാവുള്ളൂ. ഇത് കണ്ടോ, ആദ്യം ഞാൻ ഇടുന്നത് ഇത്രയാണ്. അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിനാണെങ്കിൽ 2-3 നുള്ള്, അതായത് ഒരു 1/4 ടീസ്പൂൺ പോലും പൊടി ചേർക്കരുത്. പിന്നെ പൊടി കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല ഡാർക്ക് ബ്രൗൺ കളറായിട്ട് ചായക്ക് കയ്പ്പ് വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു 2 നുള്ള് മാത്രമാണ് ചായപ്പൊടി ഇട്ടത്. എന്നിട്ട് അത് നല്ല തിളച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ തന്നെ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യും. അപ്പോൾ ഇത് ഇതുപോലെ നല്ല ഗോൾഡൻ കളറിലായിരിക്കും ഉണ്ടാവുക. ഇതാണ് ശരിക്കും കറക്റ്റായിട്ട് ആ കട്ടൻ ചായയുടെ ടേസ്റ്റ് കിട്ടുന്നത്. പറഞ്ഞ പോലെ കുറച്ചും കൂടി ഡാർക്കായി കഴിഞ്ഞാൽ ഒരു കയ്പ്പുണ്ടാവും. പിന്നെ നല്ല കടുപ്പത്തിൽ നല്ല ഡാർക്ക് കളറിൽ കട്ടൻ ചായ കുടിക്കുന്നവരും ഉണ്ട് കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കയ്പില്ലാതെ കിട്ടണമെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ മതി. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഇന്ന് ദോശമാവ് ഇരിപ്പുണ്ട്, അതിന് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഒരു ഓംലെറ്റ് കറി, നമ്മളെപ്പോഴും മുട്ടയൊക്കെ പുഴുങ്ങി മുട്ടക്കറി, മുട്ട റോസ്റ്റൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നൊരു ഓംലെറ്റ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് കുറച്ച് സവോള എടുത്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു സവോള ആയിരുന്നതുകൊണ്ട് ഞാനൊരു 5-6 എടുത്തു. വലുതാണെങ്കിൽ ഒരു 3 സവോളയുടെയൊക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ അത് കറിക്കും വേണം, പിന്നെ നമുക്ക് ഓംലെറ്റ് ചേർക്കാനും അരിഞ്ഞെടുക്കണം. അപ്പോൾ കറിക്കായിട്ട് നീളത്തിന് കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഓംലെറ്റിൽ ഇടാനായിട്ട് ഇതുപോലെ കുഞ്ഞായിട്ട് നമ്മൾ കൊത്തി അരിഞ്ഞെടുക്കത്തില്ലേ, ആ ഒരു രീതിയിൽ കൂടി അരിഞ്ഞ് വെക്കുക. അത് എത്രത്തോളം വേണമെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞ് സവോള ആയിരുന്നതുകൊണ്ട് ഒരെണ്ണം ഫുള്ള് ഓംലെറ്റിൽ ചേർക്കാനായിട്ട് അരിഞ്ഞ് വെച്ചു. തക്കാളിയും അതുപോലെ തന്നെ കറിയിലിടാനും പിന്നെ കുറച്ച് ഓംലെറ്റ് ചേർക്കാനും അരിഞ്ഞ് എടുക്കണം. പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ തക്കാളിയും സവോള ഒന്നും ചേർക്കാതെ പ്ലെയിൻ ആയിട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മാത്രമായിട്ട് ഓംലെറ്റ് ഉണ്ടാക്കാനാണെങ്കിൽ കറിക്ക് മാത്രമുള്ള സവോളയൊക്കെ എടുത്താൽ മതി. ഇപ്പോൾ എല്ലാ സാധനങ്ങളും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, തക്കാളി, സവോള, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം റെഡിയാണ്. ഇനി ഒരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച സവോള, ഒരു 1.5 ടീസ്പൂണോളം ഇഞ്ചി, വെളുത്തുള്ളി, ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും 4-5 അല്ലി വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തത്. പച്ചമുളക് ആവശ്യത്തിന് ചേർക്കാം. ഞാൻ ഒരെണ്ണേ ഇട്ടിട്ടുള്ളൂ, കൂടുതൽ വേണമെങ്കിൽ എരിവിനനുസരിച്ച് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലപോലെ വഴറ്റി സവോള നന്നായിട്ടൊന്ന് വാടിയ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ചുവയൊക്കെ മാറിയാൽ മതി. ഒരുപാട് നിറം മാറുമൊന്നും വേണ്ട. നമ്മളതൊരു കുറുമയുടെ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. ഓംലെറ്റ് കുറുമയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വാടി കഴിയുമ്പോഴേക്കും പൊടികൾ ചേർക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി വളരെ കുറച്ച് മതി, ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 മുതൽ 1.5 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയിട്ട് പൊടികളുടെ ആ ഒരു ചുവയങ്ങ് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി കട്ട് ചെയ്ത് വെച്ച തക്കാളി, ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് കേട്ടോ. അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. ഒരുപാട് വെന്തുടയൊന്നും വേണ്ട. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഞാൻ ഏകദേശം ഒരു 1.5-2 കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് തക്കാളിയും സവോളയും ഈ മസാല നല്ലപോലെ വെന്ത് വരാൻ ആവശ്യമുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. വെള്ളത്തിന് പകരം 2ാം പാൽ, തേങ്ങാപ്പാലുണ്ടല്ലോ, അത് ഒഴിച്ച് കുക്ക് ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് വെന്ത് വരട്ടെ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അമ്മ ഉച്ചയ്ക്കുള്ള ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ അകത്ത് കിച്ചണിൽ കുക്ക് ചെയ്യും ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അമ്മ ഇന്നെല്ലാം പുറത്ത് അടുപ്പിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ചോറ് വയ്ക്കാനുള്ള വെള്ളം മൺകലത്തിലാണ് ഇന്ന് ചെയ്യുന്നത്. അത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്.
എപ്പോഴും എല്ലാ ദിവസവും ഇങ്ങനെ പുറത്തല്ല കുക്ക് ചെയ്യുന്നത്. ഞാനുള്ളപ്പം ഇതുപോലെ അകത്ത് ഞാൻ ഷൂട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ അമ്മ പുറത്ത് ചെയ്യും. പിന്നെ അല്ലാത്ത ഇപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ സമയമുള്ളപ്പോഴും ഇതുപോലെ പുറത്താണ് ചെയ്യുന്നത്. അതിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ചോറൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ. കറി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോഴേക്കും നമുക്ക് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കി കുറച്ച് തേങ്ങാപ്പാൽ ലാസ്റ്റ് ചേർക്കണം. അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാം. അപ്പോൾ ഞാനിന്ന് 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ എത്ര പേർക്കാണോ കറി ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് മുട്ടയുടെ അളവൊക്കെ കൂട്ടാം. അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പിടാണ്. നമ്മൾ അരിഞ്ഞു വെച്ച സവോള, പച്ചമുളക് ആവശ്യത്തിന്, ഞാൻ ഒരെണ്ണ ഇട്ടിട്ടുള്ളേ, തക്കാളി, കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇത് താറാമുട്ടയാണ് കേട്ടോ. ഏതായാലും കോഴിമുട്ട ആയാലും കുഴപ്പമൊന്നുമില്ല. ഇന്നിപ്പം താറാമുട്ട ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനത് എടുത്തുവെന്നേ ഉള്ളൂ. അല്ല, ചൂട് സമയമായതുകൊണ്ട് താറാവ് മുട്ടയാണ് കൂടുതൽ നല്ലത്. അപ്പം ഞാനിത് 2 ഓംലെറ്റ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓംലെറ്റ് 2 ഉണ്ടാക്കി. ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ സൈസിലൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് വലിയ പീസായിട്ടാണ് ഇന്ന് ഇടുന്നത്. ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർക്കണം. അപ്പോൾ അതിനായിട്ട് മിൽക്ക് പൗഡറാണ് കേട്ടോ ഞാൻ എടുത്ത, മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്ത് അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് പോലെ 1 കപ്പ് അളവിലാണ് നമുക്ക് പാല് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് ചെറിയ ചൂട് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. നല്ല ഫ്രഷ് കോക്കനട്ട് മിൽക്ക് എടുത്താലും കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പം എളുപ്പത്തിന് വേണ്ടി പൗഡർ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അപ്പോഴേക്കും എൻ്റെ കറി ആവശ്യത്തിന് വറ്റി സവോളയൊക്കെ നല്ലപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും ഗ്രേവി ഉണ്ടാവണം കേട്ടോ. എന്നാൽ നമ്മൾ ഇതിനകത്തേക്ക് ഓംലെറ്റ് ചേർക്കുകയാണ്. അപ്പം കുറച്ച് മസാലയൊക്കെ ഒന്ന് പിടിക്കണം. ആ ഗ്രേവി ഓംലെറ്റിൻ്റെ കഷ്ണങ്ങളിലോട്ട് പിടിക്കണം. അപ്പോൾ അതിനനുസരിച്ച് അത്രയും ഒരു വെള്ളം ഉണ്ടാവണം, ആ കറി ഉണ്ടാവണം. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വെച്ച് കൊടുക്കുക. മുകളിൽ നിരത്തി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അത് തിളച്ച് വരുമ്പോഴേക്കും നന്നായിട്ട് ആ മസാലയൊക്കെ ഓംലെറ്റിലോട്ട് പിടിച്ചോളും. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്, ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വെച്ചു. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ എടുത്തു വെച്ച ആ തേങ്ങാപ്പാലുണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കുക. നല്ല കുറുകിയ പാലാണേ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ട് ആ ഓംലെറ്റിൻ്റെ പീസുകൾ കുറച്ചൊക്കെ ഒന്ന് ഉടഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുമ്പോഴേക്കും ആ ഓംലെറ്റിൻ്റെ കഷ്ണങ്ങളിലോട്ട് ഗ്രേവിയൊക്കെ കുറച്ചും കൂടെ പിടിക്കും. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകിയൊക്കെ വരും. അപ്പോൾ എന്തായാലും നമുക്കത് അടച്ചു വെച്ചിട്ട് ദോശ ഉണ്ടാക്കാം. അപ്പോൾ അതെ, നമ്മുടെ എഗ് ഓംലെറ്റ് കുറുമ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ മോന് എക്സാം ആയതുകൊണ്ട് ലഞ്ച് കൊണ്ടുപോകണ്ട. ഒരു ഉച്ചയ്ക്ക് മുന്നേ തന്നെ 11 മണിയൊക്കെ ആകുമ്പോൾ തന്നെ തിരിച്ചു വരും. അപ്പോൾ ജസ്റ്റ് ഇടയ്ക്ക് കഴിക്കാനൊരു സ്നാക്ക് മാത്രം കൊടുത്തു വിട്ടാൽ മതി.
അപ്പോൾ മോനെയൊക്കെ സ്കൂളിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞ് ഞങ്ങളിതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഈ ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെയാണ് ഈ ഒരു കുറുമ കൂടുതൽ ടേസ്റ്റ് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ഇവിടെ ദോശമാവേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനാണെങ്കിൽ എഗ് ഓംലെറ്റ് കുറുമ കുറച്ച് ദിവസമായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. കറി എന്തായാലും നല്ല ടേസ്റ്റാണ്, നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം അമ്മ ഇന്ന് ഫുൾ ലഞ്ചും പുറത്ത് വിറകടുപ്പിൽ തന്നെ വെക്കാൻ തീരുമാനിച്ചു. 2 അടുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പിന്നെ അധികം കറികളൊന്നുമില്ല, കപ്പയും മീനും ചോറും മാത്രമേ ഉള്ളൂ. ഇത് മീൻകറിക്കുള്ള അരപ്പാണ്. കുറച്ച് വറുത്ത തേങ്ങയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും കൂടി നല്ലപോലെ അരച്ചെടുത്തത്. കുറച്ച് വാളംപുളിയും കൂടെ ചേർത്ത് അരച്ചെടുത്തതാണ്. അതിനകത്തോട്ട് തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ട് നല്ലപോലെ തിളച്ചു വരുമ്പം മീൻ ചേർക്കും. അപ്പം കണ്ണൻ കോഴിയാളെയാണ് കിട്ടിയത്. അപ്പോൾ അത് ഒരു ഏകദേശം 1/2 കിലോ ഉണ്ടാവും. അത് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചത്. നല്ലപോലെ തിളച്ച് വറ്റി വരണം. അപ്പോൾ എനിക്കിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ജോലി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം അമ്മ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതേ കപ്പ, മീൻകറി നല്ലപോലെ വെന്ത് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് താളിച്ചും കൂടി ഒഴിക്കുകയാണ്. കടുകും വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടി വഴറ്റിയത്, മൂപ്പിച്ചത്. അപ്പോൾ ഇതെനിക്കുള്ള ലഞ്ചാണ്. അമ്മ പാക്ക് ചെയ്തു. അപ്പോൾ അമ്മ ഉണ്ടാക്കി തന്ന ലഞ്ചൊക്കെ എടുത്ത് ഞാൻ ദേ ഷോപ്പിൽ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇതാണ് ഒരു സാറ്റർഡേ മോർണിംഗ്. അപ്പോൾ ഈ ഒരു മോർണിംഗ് റൂട്ടീൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.